നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നീണ്ട 2.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കൊറോണ വ്യാപനത്തിന്റെ ദുരിതങ്ങൾ മറന്ന് ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ പെരുന്നാൾ ആഘോഷിക്കാനായി ഒരുങ്ങുകയാണ്. എന്നാൽ ഇത്തരത്തിൽ നാട്ടിലെത്താൻ കാത്തിരുന്ന പ്രവാസികൾക്കും നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് എത്താൻ കാത്തിരുന്നവർക്കും ഇടുത്തിയായി ഒരു വാർത്ത വന്നു. അതായത് പെരുന്നാൾ കാലത്ത് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 5 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വിമാന കമ്പനികൾ. 2 മക്കളടങ്ങുന്ന കുടുംബത്തിന് നാട്ടിൽ പോയി വരാൻ ടിക്കറ്റിന് മാത്രമായി 3 ലക്ഷത്തിലേറെ രൂപയാണ് പെരുന്നാളിനോടടുത്ത ദിവസങ്ങളിൽ നൽകേണ്ടി വരുന്നത് തന്നെ. ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് ദുബായിൽ നിന്ന് കേരളത്തിലെ വിമാനത്താവളങ്ങളിലേക്ക് ശരാശരി 8,000 രൂപയ്ക്ക് താഴെയാണ് ടിക്കറ്റ് നിരക്കെങ്കിൽ തന്നെ പെരുന്നാളിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ 5 ഇരട്ടിയോളം അധികം കൊടുക്കണമെന്നാണ് റിപ്പോർട്ട്. ഈ മാസം 30-ന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് 39,505 രൂപയാണ് ഈടാക്കുക. ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 39,786 നൽകേണ്ടി വരുമ്പോൾ കോഴിക്കോടേക്ക് 36,682 രൂപയാണ് നിരക്കുന്നത്. ഒരാൾക്ക് നാട്ടിൽ കുടുംബത്തോടൊപ്പം പെരുന്നാൾ കൂടി വരാൻ വേണ്ടി 80,000 രൂപയോളം ടിക്കറ്റിന് മാത്രം വേണ്ടിവരും. കോവിഡ് കവർന്നെടുത്ത നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോകാനൊരുങ്ങുന്ന ഗൾഫ് മലയാളികൾക്ക് ടിക്കറ്റ് വില വർധനവ് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. 2 മക്കളടങ്ങുന്ന കുടുംബത്തിന് നാട്ടിൽ പോയി വരാൻ 3 ലക്ഷത്തിലേറെ രൂപ നൽകേണ്ടി വരുന്ന സാഹചര്യത്തിൽ യാത്ര വേണ്ടെന്ന് വെച്ചവരും ഏറെയാണ്. അതേസമയം UAE സ്കൂളുകളിൽ മധ്യവേനലവധി ആരംഭിക്കുന്ന ജൂലൈ മാസങ്ങളിലും കഴുത്തറപ്പൻ നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കി വരുന്നത്. ഇതുകൂടാതെ 2 വർഷത്തെ കോവിഡ് മഹാമാരിക്ക് ശേഷം നിരവധി പേരാണ് നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാനായി വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നതിന് പിന്നാലെ നിരവധി പേർ യാത്ര വേണ്ടെന്ന് വെച്ചതും കാണുവാൻ സാധിക്കും. കോവിഡ് നിയന്ത്രണങ്ങൾ മാറി വിമാന സർവീസുകൾ പഴയപടിയായാൽ നിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കവെയാണ് ടിക്കറ്റ് നിരക്ക് വീണ്ടും വർദ്ധിച്ചിരിക്കുന്നത്. ദുബായ് കൊച്ചി വൺ വേ യാത്ര ശരാശരി 450 ദിർഹമാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. അതായത് 7,729 രൂപ. ഈ ടിക്കറ്റ് നിരക്കിൽ പെരുന്നാളിന് തൊട്ടു മുമ്പ് അതായത് ഏപ്രിൽ 30-ന് 1,550 ദിർഹമായി അതായത് 32,227 രൂപയായി വർദ്ധിച്ചിട്ടുമുണ്ട്. ഒരാൾ നാട്ടിൽ പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരണമെങ്കിൽ തന്നെ കുറഞ്ഞത് 2,500 ദിർഹം അതായത് 52,000 രൂപ കൊടുക്കണമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചത്. മെയ് 2-നാണ് പെരുന്നാൾ ഉണ്ടാകുന്നതായി പ്രതീക്ഷിക്കുന്നത്. പെരുന്നാൾ അവധിയിൽ ഒരാഴ്ചത്തേക്ക് നാട്ടിൽ പോയി വരാൻ 4 അംഗ കുടുംബത്തിന് കുറഞ്ഞത് 9,500 ദിർഹം നൽകേണ്ടി വരും. ഇത്രയധികം തുക കൊടുത്താൽ പോലും നേരിട്ടുള്ള വിമാനങ്ങളിൽ സീറ്റ് ലഭിക്കുന്നതുമല്ല, മറ്റൊരു രാജ്യം വഴി കണക്ഷൻ വിമാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. നേരിട്ട് വിമാനത്തിൽ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ തന്നെ 5 ഇരട്ടി തുക കൊടുക്കേണ്ടി വരും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.